പാലക്കാട് നിന്നും തട്ടിയെടുത്ത കാർ പുതുക്കാട് മാട്ടുമലയിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. കാറിന്റെ ഉൾഭാഗം മുഴുവൻ കുത്തിക്കേറി നശിപ്പിച്ച നിലയിലാണ്. കാർ ഏറെക്കുറെ തകർത്ത നിലയിലാണ്. ശനിയാഴ്ച വൈകിട്ടാണ് മാട്ടുമലയിൽ ആളൊഴിഞ്ഞ ഭാഗത്ത് കാർ ഉപേക്ഷിച്ച നിലയിൽ കിടക്കുന്നതായി നാട്ടുകാർ വിവരം അറിയിച്ചത്. തുടർന്ന് പുതുക്കാട് പോലീസ് എത്തി നടത്തിയ അന്വേഷണത്തിലാണ് പാലക്കാട് നിന്നും തട്ടിയെടുത്ത് കടന്നുകളഞ്ഞ കാറാണെന്ന് മനസ്സിലാക്കിയത്. ഞായറാഴ്ച പാലക്കാട് നിന്നും പോലീസ് എത്തി പരിശോധന നടത്തിയ ശേഷം കാർ കസ്റ്റഡിയിലെടുത്തു. പണം കടത്തുന്നുവെന്ന നിഗമനത്തിലായിരിക്കാം കാർ തട്ടിയെടുത്തതെന്ന് കരുതുന്നു. കാർ തട്ടിയെടുക്കുന്ന സമയം പണം എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്നും അക്രമികൾ അന്വേഷിച്ചിരുന്നതായി പറയുന്നു. പാലക്കാട് നഗരത്തിൽ സിനിമാ സ്റ്റൈലിൽ കാറിൽ പിന്തുടർന്നെത്തിയ അഞ്ചംഗ സംഘം മലപ്പുറം സ്വദേശികളുടെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന കാറും ഫോണുകളും തട്ടിയെടുത്ത് കടന്നുകളഞ്ഞത് വെള്ളിയാഴ്ച പുലർച്ചെയോടെയാണ്. അന്നു രാത്രി തന്നെ മാട്ടുമലയിൽ കാർ എത്തിച്ചിരുന്നതായും കരുതുന്നുണ്ട്. നാട്ടുകാരുടെ ശ്രദ്ധയിൽ പതിഞ്ഞത് ശനിയാഴ്ച വൈകിട്ടാണെന്ന് മാത്രം. തേങ്ങാ കച്ചവടവുമായി ബന്ധപ്പെട്ട് കോയമ്പത്തൂരിലെത്തി മലപ്പുറം മഞ്ചേരിയിലേക്ക് മടങ്ങുകയായിരുന്ന നാലംഗ സംഘം സഞ്ചരിച്ചിരുന്ന കാറാണ് തട്ടിയെടുത്തത്. മലപ്പുറം മഞ്ചേരി താമിമഠത്തിൽ വീട്ടിൽ 36 വയസ്സുള്ള ഷഹീർ, മഞ്ചേരി ചീനിയാമ്പുറത്ത് വീട്ടിൽ 25 വയസ്സുള്ള സൽമാൻ ഖാരിസ്, മഞ്ചേരി ചീരക്കുഴിയിൽ 24 വയസ്സുള്ള നിഖിൽ, മഞ്ചേരി തൃപ്പനച്ചിയിൽ 39 വയസ്സുള്ള മുഹമ്മദ് എന്നിവരാണ് കാറിൽ ഉണ്ടായിരുന്നത്. വാളയാർ മുതൽ ഇവരെ വെള്ള നിറത്തിലുള്ള കാർ പിന്തുടർന്നിരുന്നു. വെള്ളിയാഴ്ച രാവിലെ 6-ന് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷന് സമീപത്തെ മേൽപ്പാലത്തിൽ എത്തിയപ്പോൾ കാർ തടഞ്ഞു നിർത്തി ഇവരെ വഴിയിൽ ഇറക്കിവിട്ട് കാറുമായി അഞ്ചംഗ സംഘം കടന്നു കളയുകയായിരുന്നു. 30 ലക്ഷം രൂപ വിലമതിക്കുന്ന കാറും 2 ലക്ഷത്തോളം രൂപ വില വരുന്ന 3 ഐഫോണും 15,000 രൂപയുമാണ് സംഘം തട്ടിയെടുത്തത്. പാലക്കാട് ടൗൺ നോർത്ത് പോലീസാണ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നത്.